എല്ലാപ്പൂർ കാട്ടിലൂടെ വീണ്ടും ഒരു യാത്രയാണ്. ഹൈവേ കഴിഞ്ഞാൽ എല്ലാപ്പൂർ കാടാണ്. അപ്പോൾ കുറച്ച് ദൂരം കൂടി ഉണ്ട് ഹൈവേ കഴിയാനായിട്ട്. അപ്പോൾ ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കുള്ള ദൃശ്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടത് ഒരു കരിമ്പ് കയറ്റിക്കൊണ്ട് പോകുന്നൊരു വണ്ടിയാണ്. ഷുഗർ ഫാക്ടറിയിലേക്ക് കരിമ്പ് കൊണ്ടുപോകുന്ന വണ്ടിയാണ്. ഇഷ്ടംപോലെ കരിമ്പ് ഫാക്ടറികളുണ്ട്, ഷുഗർ ഫാക്ടറികളുണ്ട് അവിടെ. കരിമ്പ് കൃഷിയാണ് ഇവിടുത്തെ മെയിൻ കൃഷി. അപ്പോൾ ഹൈവേയിലൂടെ പോകുന്ന വഴി ഇടയ്ക്ക് RTOയുടെ ചെക്കിങ് ഉണ്ടായിരുന്നു. ഞാൻ ഓർത്തു പോസ്റ്റ് ആകുമെന്ന്, പക്ഷേ വലിയ സീനില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു പേപ്പറൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് അവിടുന്ന് പെട്ടെന്ന് തന്നെ പോകാൻ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് ദൂരം പോയി നല്ല വെയിലായി കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി ഒരു തണലത്ത് ഒതുക്കിയിട്ട് കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം വീണ്ടും എല്ലാപ്പൂർ കാട്ടിലേക്ക് നമ്മൾ കടന്നു. എല്ലാപ്പൂർ കാട്ടിലൂടെ കുറേ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ രാത്രിയായപ്പോൾ ഒരു ധാബയിൽ വണ്ടി ഒതുക്കിയിട്ട് അന്ന് അവിടെ വെയിറ്റ് ചെയ്തിട്ട് പിറ്റേന്നാണ് പോകുന്നത്. നമുക്ക് പാലക്കാട്ടേക്ക് ലോഡ് പിറ്റേന്ന് കൊടുത്താൽ മതി. പിറ്റേന്നല്ല, അതിൻ്റെയും പിറ്റേന്ന് കൊടുത്താൽ മതി. കാരണം അതിൻ്റെ അടുത്ത ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് അവിടെ ഇറക്കി കിട്ടില്ല. അതുകൊണ്ട് ഇച്ചിരി പതുക്കെ പോയാൽ മതി എന്ന് വിചാരിച്ചു. പിന്നെ അവിടെ ഒരു കാട് തീരാറായപ്പോൾ അവിടെ ഒരു കാട്ടരുവി ഉണ്ടായിരുന്നു. അവിടെ ഇറങ്ങി കുളിയും അലക്കാൻ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഇറങ്ങി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കാട്ടരുവിയിൽ അങ്ങോട്ട് പോയപ്പോൾ നിറച്ച ആളായിരുന്നു കുളിക്കാനായിട്ട്. അതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ അവിടെ കുളിക്കണമെന്ന് കരുതി തന്നെയാണ് പോകുന്നത്. നല്ല തണുത്ത വെള്ളമാണ്, കണ്ണുനീര് പോലത്തെ വെള്ളമാണ്. കാല് വെച്ചാൽ തന്നെ നമുക്ക് കിടുകിടാ വിറയ്ക്കും, അത്രയ്ക്ക് നല്ല തണുപ്പാണ്. നല്ല ഭംഗിയാണ് അവിടെയൊക്കെ കാണാൻ, കാട്ടരുവിയും കാടും ഒക്കെ കാണാൻ. മുങ്ങിക്കുളിയല്ല കേട്ടോ, ഒരു നീന്തിക്കുളി തന്നെ നടത്തിക്കളഞ്ഞു. പിന്നെ മീനിൻ്റെ മസാജിങ് കിട്ടാനായിട്ട് കാല് മുക്കി വെച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. പേടിക്കണ്ട, ഞാൻ തന്നെയാണ് കുളിച്ചിട്ട് നിൽക്കുന്ന നിപ്പാണ്. തുണിയൊക്കെ അലക്കി അവിടുന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കയറിപ്പോന്നു. പിന്നെ തൊട്ടടുത്തൊരു ഹോട്ടലുണ്ടായിരുന്നു, അവിടുന്ന് പോയി മുട്ടദോശ കഴിച്ചു. മുട്ടദോശ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, മല്ലിയിലയൊക്കെ ഇട്ടാണ്. മല്ലിയിലയുടെ ടേസ്റ്റ് എനിക്കിഷ്ടമല്ല. ഹോട്ടലിൻ്റെ മേളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഇതാണ് അരുവിയുടെ ദൃശ്യങ്ങളാണ് അതൊക്കെ. ദോശയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന അടുത്തൊരു കടയുണ്ട്, അവിടുന്ന് പഴം മേടിച്ചു. പഴത്തിന് ഇവിടെ എണ്ണയാണ് കൊടുക്കുന്നത്. ഒരു പഴത്തിന് 5 രൂപ വെച്ചാണ്. അവിടുന്ന് വെള്ളമൊക്കെ സ്റ്റോർ ചെയ്ത് വീണ്ടും അവിടുന്ന് യാത്ര